നെക്സ്റ്റ് ഒരു ഇക്വലാറ്ററൽ പ്രിസം റിഫ്രാക്റ്റസ് √2 തന്നിട്ടുണ്ട്. ഒപ്റ്റിക്സിനൊക്കെ 2 ക്വസ്റ്റ്യൻ വന്നു കേട്ടോ അതിൻ്റെ അകത്ത്. എനിവേ a ray of light is incident on its surface, its one face at certain angle I. Emergent rays found to graze along the other surface, then the angle of refraction at the incident surface is close to. Just ഒന്ന് വരച്ചു നോക്കിയാൽ that's the easiest way. Prism. Yes. ഓക്കെ, ഒരു ഫേസിൽ വീഴുന്നു, ഇങ്ങനെ ആയിക്കോട്ടെ, അടുത്ത ഫേസിൽ എങ്ങനെയോ പോകുന്നു, അതിങ്ങനെ ആയിക്കോട്ടെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? യെസ്, തിരിച്ചു വരയ്ക്കുക, ഇത് ഇങ്ങനെ പോയി നേരാവുക. യെസ്, ഈ സർഫസ് കൂടെ ഗ്രേസസ് ത്രൂ സർഫസ് അല്ലേ പറഞ്ഞ. അപ്പം ഇവിടെ നോർമൽ വരച്ചാൽ എന്ത് മനസ്സിലായി? ദിസ് എ നോർമൽ. അപ്പം ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90. അപ്പം ഇത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ വരിക. നമ്മളിതിനെ R2 എന്നാണ് വിളിക്കാറ്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. യെസ്, ഇത് R1, ഇത് അവർ I എന്ന് വിളിച്ചു. ഈ I അല്ലേ ചോദിച്ചാൽ നമ്മളോട് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ദി ഇൻസിഡന്റ് സർഫസ് ഈസ് ക്ലോസ് ടു. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ആ ചോദിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പോൾ R2 കിട്ടിയാൽ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്രാക്റ്റസ് തന്നു, റൈറ്റ്. അപ്പോൾ R2 കിട്ടണം. എവിടുന്ന് കിട്ടും? നമുക്ക് ഒരു സാധനം എന്താ പറയുക, ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കുക. ഏതാ ക്രിട്ടിക്കൽ ആംഗിൾ? സൈൻ C ദാറ്റ് ഈസ് ഇക്വൽ ടു 1/n. ഇവിടെ തന്നെ എത്രയാ? √2. അപ്പം സൈൻ്റെ ഏത് ആംഗിളിനാ 1/√2 വരുന്നത്? 45 ഡിഗ്രി. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ 45 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. യെസ്, ഇനി ക്വസ്റ്റ്യനിൽ ഇക്വലാറ്ററൽ പ്രിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഇതാ ഇതല്ലേ ആംഗിൾ ഓഫ് പ്രിസം, ദിസ് A is equal to what? 60. ഇനി ഏത് പ്രിസം ആണെങ്കിലും ആംഗിൾ ഓഫ് പ്രിസം and angles of refraction, they are related like this, R1 plus R2. Then R1 is equal to A minus R2. A 3 60, R2 3 45. Up R1 3 15 degree. That will be the final answer. Yes. Appa adutha question like namakku poyalo.